ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th ക്ലാസ് സോഷ്യൽ സയൻസ് യൂണിറ്റ് 1 ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ ഫുൾ നോട്ട്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ ആദ്യത്തെ യൂണിറ്റാണ് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ. ഇതിൻ്റെ 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് പേജ് നമ്പർ 13 വരെയാണ്, 13 വരെ നമ്മൾ പറഞ്ഞു. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 13 ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ നോക്കാം. യു ഹാവ് സീൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് ഇൻ ദ ബ്രോൺസ് ഏജ്. അപ്പം ബ്രോൺസ് ഏജിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഫാം ലാൻഡ് എക്സ്പാൻഡ് ചെയ്തു, അങ്ങനെ പ്രൊഡക്ഷൻ കൂടി, അങ്ങനെ അവർ എക്സ്ചേഞ്ച് ചെയ്യാനൊരു സെൻറ്റർ കണ്ടുപിടിച്ചു. അത് പിന്നീട് സിറ്റീസായിട്ടും വലിയ വലിയ ടൗൺ ആയിട്ടൊക്കെ മാറി. അങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വെർ ഫോംഡ് centered around cities. Let us become familiar with the Bronze Age civilization. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ ബ്രോൺ ഏജ് സിവിലൈസേഷൻ ഫോം ചെയ്തു. അങ്ങനെയുള്ള 4 സിവിലൈസേഷനെയാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, നെക്സ്റ്റ് ഈജിപ്ഷ്യൻ, തേർഡ് വൺ ചൈനീസ്, ഹാരപ്പൻ. ഇങ്ങനെ 4 സിവിലൈസേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ 4 ഉള്ളത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: മെസോപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം, പേജ് നമ്പർ 14. ഓക്കെ, ഇനി ഈ ഒരു മാപ്പ് കണ്ടല്ലോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 സിവിലൈസേഷൻ ഏതൊക്കെ റിവർ വാലീൻ്റെ അടുത്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈജിപ്ഷ്യൻ എവിടെയാണ്? നൈൽ റിവറാണ് ഈജിപ്തിൻ്റെ അടുത്ത് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് മെസോപ്പൊട്ടേമിയൻ ആണ്. അവിടെ 2 റിവർ നമ്മൾ കാണുന്നുണ്ട്, യൂഫ്രട്ടീസും ടൈഗ്രീസും. നെക്സ്റ്റ് വരുന്നത് സിന്ധു റിവർ, ഇൻഡസ് റിവറാണ്. ഇൻഡസ് റിവറിൻ്റെ അവിടെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനാണ് കാണുന്നത്. ഓക്കെ, പിന്നീട് ചൈനീസ് ഭാഗത്തേക്ക് പോകാൻ വെച്ചാൽ ചൈനീസ് സിവിലൈസേഷൻ, അവിടെ റിവർ വരുന്നത് ഹൊയാങ്ഹോ റിവറാണ്. അപ്പോൾ നമുക്ക് ഓരോ സിവിലൈസേഷനും എന്താണ്, ഓരോ റിവർ വാലിൻ്റെ അടുത്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വൈ ഈസ് റിവർ വാലീസ്, വൈ ഇൻ റിവർ വാലീസ്. എന്താണ് റിവർ വാലീസിൽ തന്നെയാണ് ഈ ഒരു സിവിലൈസേഷനൊക്കെ ഫോം ചെയ്തത്? അത് എന്തുകൊണ്ടായിരിക്കാം? അതിന് 3 റീസൺസ് ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫെർട്ടൈൽ സോയിൽ, രണ്ടാമത്തേത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, മൂന്നാമത്തെ ഫേവറബിൾ ക്ലൈമറ്റ്. ഫെർട്ടൈൽ സോയിൽ എന്ന് പറഞ്ഞാൽ നല്ല മണ്ണുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൃഷി രൂപപ്പെട്ടതോടു കൂടിയാണ് ടൗണും സിറ്റീസൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ കൃഷി വേണമെങ്കിൽ അഗ്രികൾച്ചറിന് എന്താണ് വേണ്ടത്? ഫെർട്ടൈൽ സോയിൽ വേണം. അതെവിടെയാണുള്ളത്? നദിയുടെ റിവറിൻ്റെ അടുത്താണ് അതുള്ളത്. പിന്നെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. നെക്സ്റ്റ് ഫേവറബിൾ ക്ലൈമറ്റ്. ഇതൊക്കെ എവിടെയുള്ളത്? റിവറിൻ്റെ അടുത്താണുള്ളത്. അതുകൊണ്ടാണ് എല്ലാ സിവിലൈസേഷനും, പ്രധാനപ്പെട്ട സിവിലൈസേഷൻ മുഴുവനും നദിയുടെ റിവർ വാലീസിലാണ് ഉണ്ടായത്. അതിൻ്റെ 3 റീസൺസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്: ഫെർട്ടൈൽ സോയിൽ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫേവറബിൾ ക്ലൈമറ്റ്സ്. ഇനി അടുത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സിവിലൈസേഷൻ പഠിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്: ബിറ്റ്വീൻ വിച്ച് റിവർ ഈസ് മെസോപ്പൊട്ടേമിയ ലൊക്കേറ്റ്? മെസോപ്പൊട്ടേമിയ ഏത് റിവേഴ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ്. ഇനി അടുത്തത് ദ വേർഡ് മെസോപ്പൊട്ടേമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ആ ഒരു മാപ്പിൽ കണ്ടല്ലോ, 2 റിവേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ലാൻഡാണ് മെസോപ്പൊട്ടേമിയ. അപ്പോൾ മെസോപ്പൊട്ടേമിയ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സാണ്. ദ റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. ഇപ്പോൾ യൂഫ്രട്ടീസും ടൈഗ്രീസും എന്നീ 2 റിവേഴ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് റീജൻ ഈസ് പ്രസൻ്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. ഇപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇറാഖിൻ്റെ ഭാഗമാണ്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റ് ഓഫ് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ വിച്ച് വെർ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ അസീറിയൻ ആൻഡ് കാൽഡിയൻ. ഓക്കെ, 4 സിവിലൈസേഷൻ ചേർന്നതാണ് മെസോപ്പൊട്ടേമിയ. നമ്മൾ പറഞ്ഞു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ
എന്ന് പറയുന്നത് 4 ചേർന്നാണ്. അതിലൊന്നാണ് മെസോപ്പൊട്ടേമിയ. ഇനി മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത് സുമേറിയനും ബാബിലോണിയനും അസീറിയനും കാൾഡിയൻ എന്നിങ്ങനെ 4 സിവിലൈസേഷൻ ചേർന്നതാണ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വൺ വേർഡ് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് മെസോപ്പൊട്ടാമിയ മീൻസ്? മെസോപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബിറ്റ്വീൻ വിച്ച് 2 rivers in Mesopotamia located? Tigris and Euphrates. Third question, in which present day country is the region of Mesopotamia located? ഇന്ന് അത് ഏത് രാജ്യത്താണ്? ഇറാഖ്. Next question, which civilization was a part of Mesopotamian civilization along with Babylonian, Assyrian and Chaldean? അതായത് അസീറിയൻ, ബാബിലോണിയൻ, കാൾഡിയൻ കൂടാതെ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനുള്ള വേറൊരു സിവിലൈസേഷൻ ഉണ്ട്, അതേതാണ്? അപ്പോൾ സുമേറിയ. അപ്പോൾ 4 സിവിലൈസേഷനാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? അവരുടെ അർബൻ ലൈഫും അതേപോലെ റൈറ്റിങ്ങും ആണ്. ആർട്ട് ഓഫ് റൈറ്റിംഗ്. അർബൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ നഗര ജീവിതം. അർബൻ എന്ന് പറഞ്ഞാൽ നഗരം, ടൗൺ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, the Sumerians were the first people who contributed to the development of urban life in Mesopotamia. അപ്പോൾ മെസോപ്പൊട്ടേമിയയിൽ ഒരു അർബൻ ലൈഫ്, അതായത് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോം ചെയ്യാൻ വളരെയധികം സഹായിച്ച ഒരു സിവിലൈസേഷൻ ആയിരുന്നു സുമേറിയ. ദ മേജർ സിറ്റീസ് ഓഫ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ വേർ ഉറൂക്ക്, ലഗാഷ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാന സിറ്റീസിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക: ഉറൂക്ക്, ലഗാഷ്. ഇനി അടുത്തത് നമുക്ക് ക്യൂണിഫോമിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എന്താണ് ക്യൂണിഫോം? ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസോപ്പൊട്ടേമിയ വാസ് നോൺ ആസ് ക്യൂണിഫോം. അതായത് മെസോപ്പൊട്ടേമിയയുടെ എഴുത്തിനെയാണ് എന്ത് പറയുന്നത്? ക്യൂണിഫോം എന്ന് പറയുന്നത്. ഇനി ഈ ക്യൂണിഫോം സ്ക്രിപ്റ്റ് നിങ്ങളിവിടെ ഈ ചിത്രത്തിൽ കണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് 4 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ദ സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ്. ഇത് ഡെവലപ്പ് ചെയ്ത ആൾക്കാരാരാണ്? സുമേറിയക്കാരാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് വെഡ്ജ് ഷേപ്പാണ്. വെഡ്ജ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ ആകൃതിയിലുള്ള, മരത്തിനൊക്കെ ആപ്പ് വെക്കാമെന്ന് അറിയില്ല, അപ്പോൾ ആപ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു പിക്ചോറിക് സ്ക്രിപ്റ്റാണ്. ഒരു പിക്ചർ പോലെയുള്ള ഒരു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെയൊക്കെ പിക്ചറാണ് കാണുന്നത്. ഓക്കെ, ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ഇത് ക്ലേ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ കളിമൺ ഫലകങ്ങൾ, അതിലാണ്, ക്ലേയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദ യൂസ്ഡ് എ പോയിൻറ്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പിന്നെ കൂർത്ത മുന്നുള്ള ഈറത്തണ്ടുകൾ കൊണ്ടാണ് ഇത് എഴുതിയിരുന്നത്. അപ്പോൾ ക്യൂണിഫോം സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുള്ള 4 ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വർ ദ ഫസ്റ്റ് പീപ്പിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ ലൈഫ് ഇൻ മെസോപ്പൊട്ടേമിയ? മെസോപ്പൊട്ടേമിയയിലെ അർബൻ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂഷൻ നൽകിയ ഫസ്റ്റ് പീപ്പിൾ ആരാണ്? സുമേറിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ മേജർ സിറ്റീസ് ഓഫ് മെസോപ്പൊട്ടേമിയ സിവിലൈസേഷൻ. അപ്പോൾ മേജർ സിറ്റീസ് ഉറൂക്ക്, ലഗാഷ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വാസ് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസോപ്പൊട്ടേമിയൻ കോൾഡ്? ക്യൂണിഫോം. വാട്ട് ഷേപ്പ് വർ ദ സൈൻസ് ഇൻ ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ്? ക്യൂണിഫോം സ്ക്രിപ്റ്റിലെ ഷേപ്പ് എന്തായിരുന്നു? വെഡ്ജ് ഷേപ്പായിരുന്നു. നെക്സ്റ്റ്, വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ദ സുമേറിയൻസ് റൈറ്റ് ഓൺ? എന്തിലായിരുന്നു അവർ എഴുതിയിരുന്നത്? ക്ലേ ടാബ്ലറ്റ്സ്. വാട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡിഡ് ദേ യൂസ് ടു റൈറ്റ് ഓൺ ദ വെച്ച് ക്ലേ ടാബ്ലറ്റ്? വെച്ച് ക്ലേ ടാബ്ലറ്റിൽ എഴുതാൻ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻ്റ് എന്തായിരുന്നു? പോയിൻറ്റഡ് റീഡ് സ്റ്റൈലസ്. ഇനി പേജ് നമ്പർ 60 നോക്കും. മെസോപ്പൊട്ടേമിയക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് നോക്കാം. സയൻസ് ആൻഡ് മാത്തമാറ്റിക് ഫീൽഡിൽ അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കാം. ഫസ്റ്റ് വൺ, ലൂണാർ കലണ്ടർ. ലൂണാർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കുറിച്ച്, ചന്ദ്രൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടർ, ലൂണാർ. കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണർ എക്ലിപ്സസ്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത് മെസോപ്പൊട്ടേമിയക്കാരാണ്. നെക്സ്റ്റ്, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം, ഹരണം എന്നിവയൊക്കെ കണ്ടുപിടിച്ചത് മെസോപ്പൊട്ടേമിയയാണ്. ഇനി നിയമത്തിൻ്റെ കാര്യം വരികയെന്ന് വെച്ചാൽ ലോയിൽ അവരെന്തൊക്കെ ചെയ്തു നോക്കാം. Laws were codified for the first time during the reign of Sumerian ruler Dungi. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കി. ഓർമ്മിച്ച് വെക്കുക, ഡുങ്കിയുടെ കാലഘട്ടത്താണ് ആദ്യമായിട്ട് ഈ ലോസൊക്കെ ഒന്ന് ഏകോപിച്ചത്, കോഡിഫൈ ചെയ്തത്. ദ കോഡ് ഓഫ് ഹമ്മറബി ഈസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോസ്. അപ്പോൾ ഈ നിയമങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്തതാണ്, റിവൈസ് ചെയ്തതാണ് കോഡ് ഓഫ് ഹമ്മറബി. ഇനി കോഡ് ഓഫ് ഹമ്മറബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് ഓഫ് ഹമ്മറബി
This is a code of laws that existed during the reign of a Babylonian ruler Hammurabi. ബാബിലോണിയൻ റൂളർ ഹമ്മുറബിയുടെ കാലത്ത് എക്സിസ്റ്റ് ചെയ്ത ഒരു കോഡ് ഓഫ് ലോസ് ആണ്, ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ കോഡ് ഓഫ് ഹമ്മുറബി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓൾഡസ്റ്റ് റിട്ടൺ കോഡ് ഓഫ് ലോ ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്ത് തന്നെ എഴുതി വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് പഴക്കമേറിയ ഒരു കോഡ് ഓഫ് ലോ ആണ് എന്ത്, ഹമ്മുറബിയുടെ കോഡ് ഓഫ് ലോ. ദ മെത്തേഡ് ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് an eye for an eye, a tooth for a tooth comes from this code. അപ്പോൾ ഈ കോഡിൽ നിന്നാണ് ഒരു പഴയൊരു ശിക്ഷാരീതിയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളത് ഈ ഒരു കോഡ് ഓഫ് ഹമ്മുറബിയിൽ നിന്ന് എടുത്തതാണ്. ഇനി അടുത്ത മെയിനായിട്ടുള്ള പോയിന്റ് നമുക്ക് പഠിക്കേണ്ടത് സിഗറാറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് സിഗറാറ്റ്സ്? നിങ്ങളിവിടെ ഒരു പിക്ചർ കണ്ടല്ലോ. സിഗറാറ്റ്സ് എന്താണ്? പ്ലേസസ് ഓഫ് വേർഷിപ്പ് ഓഫ് മെസോപ്പൊട്ടേമിയൻസ് വേർ നോൺ ആസ് സിഗറാറ്റ്സ്. സിഗറാത്ത് എന്ന് പറഞ്ഞാൽ മെസോപ്പൊട്ടേമിയരുടെ വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ ആരാധിക്കുന്ന അവരുടെ പ്രാർത്ഥനയുടെ സ്ഥലമാണ് സിഗറാറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദീസ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് വേർ മെയിൻലി ബിൽറ്റ് ഇൻ സിറ്റീസ്. ഇത് എവിടെയാണ്? സിറ്റീസിലാണ് ഇത് ഉണ്ടായിരുന്നത്. ദേ വർ മെയ്ഡ് ഓഫ് ബ്രിക്സ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്? ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇഷ്ടിക കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. സിഗറാറ്റ് ഇൻ ദ സിറ്റി ഓഫ് ഊർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. ഇന്നും ഉർ നഗരം, നമ്മൾ പറഞ്ഞല്ലോ 3 നഗരങ്ങളെ കുറിച്ച് പറഞ്ഞു, ഉറുക്ക് ലക്കാശ്. ഇതിൽ ഉർ നഗരത്തിലെ സിഗറാത്ത് ഇന്നും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവിടെ പോയാൽ കാണാം. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് കലണ്ടർ ഡിഡ് ദ മെസോപ്പൊട്ടേമിയൻസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ ഫേസസ് ഓഫ് മൂൺ? ലൂണാർ കലണ്ടർ. വിച്ച് ബാബിലോണിയൻ റൂളർ ഫോർമുലേറ്റഡ് ദ ഓൾഡസ്റ്റ് റിട്ടൺ കോഡ് ഓഫ് ലോ ഇൻ ദ വേൾഡ്? ഹമ്മുറബി. വാട്ട് were the brick-built temples or places of worship in Mesopotamia called? Ziggurats. In which ancient city is the most well-preserved ziggurat located? Ur. Next question, and prepare a note on the cultural contribution of the Mesopotamians. They invented multiplication and division in math. They made a moon calendar and could tell when eclipses would happen. They wrote a world's first book of laws called the Code of Hammurabi. They built huge brick temples called ziggurats in their cities. They created wedge-shaped writing system called cuneiform on clay table. ഓൾറെഡി മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. ഓക്കെ, യു ഹാവ് സീൻ ദാറ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ നൈൽ വാലി. അപ്പോൾ നമ്മൾ കണ്ടു ഈ നൈൽ വാലിയുടെ അടുത്താണ് എന്താണ് നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. ദ മെയിൻ സിറ്റി, അവരുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന സിറ്റി, സിവിലൈസേഷനിലെ പ്രധാന സിറ്റി എന്ന് പറയുന്നത് കെയ്റോ ആയിരുന്നു. എന്താണ് കെയ്റോ? കൈറോ. ദ ഈജിപ്ഷ്യൻ കിങ്സ് വെർ നോൺ ആസ് ഫറോവാസ്. ഈജിപ്ഷ്യയിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്നത് ഫറവോ എന്നായിരുന്നു. ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് ദ പിരമിഡ്. പിന്നെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് പിരമിഡാണ്. അപ്പോൾ ഫറവോ, പിരമിഡ്, കെയ്റോ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കണം. നെക്സ്റ്റ്, അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രൂ അബൻഡൻ്റ്ലി ഇൻ ദ നൈൽ റിവർ ബേസിൻ. അപ്പോൾ നൈൽ റിവറിൻ്റെ അടുത്താണല്ലോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വന്നത്. അപ്പോൾ അവിടെ ഗോതമ്പുണ്ടായിരുന്നു, ബാർലി, പിന്നെ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ തിന, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ചണം, ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ ചണം, പിന്നെ കോട്ടൺ, പരുത്തി തുടങ്ങിയവയൊക്കെ അവിടെ നല്ലവണ്ണം വളർന്നിരുന്നു. ദീസ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സിവിലൈസേഷൻ ഇൻ ദ നൈൽ വാലി. അപ്പം ഈ അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി, കൃഷിയിലുള്ള ഇത്രയും സമൃദ്ധി തന്നെയാണ് ഇവിടെ ഒരു സിവിലൈസേഷൻ വളരാൻ കാരണമായത്. സോ അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. ഈജിപ്റ്റിന് വേറെയും പറയുന്നുണ്ട് ഈ നൈൽ നദിയുടെ ദാനം, നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫറവോൻ്റെ പിക്ചർ ഇപ്പുറ സൈഡിൽ കണ്ടല്ലോ, ഈജിപ്ഷ്യൻ ഫറവോ ആണ്. ഇനി നമുക്ക് പിരമിഡിനെ കുറിച്ചും മമ്മികളെ കുറിച്ചും പഠിക്കാനുണ്ട്. പിരമിഡ്സ്. ദ പിരമിഡ്സ് വിച്ച് ആർ ദ ടോംസ് ഓഫ് ദ ഫറവോസ്. നമ്മൾ പറഞ്ഞല്ലോ അവിടുത്തെ രാജാക്കന്മാരാണ് ഫറവോ എന്ന്. അവരുടെ ശവകുടീരമാണ് പിരമിഡ് എന്ന് പറയുന്നത്.
Okay. The biggest and the most famous is the Great Pyramid in Giza. ഗിസയിലെ പിരമിഡാണ് ഏറ്റവും വലുതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് മമ്മീസ് നോക്കാം. The Egyptians had a system of preserving the dead body by embalming it with perfumes. അപ്പോൾ അവർക്കൊരു സമ്പ്രദായമുള്ള ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃതദേഹം അവർ നല്ല സ്പ്രേസും സെൻറ്റൊക്കെ പുരട്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ആ ഒരു കൾച്ചർ അവർക്ക് ഉണ്ടായിരുന്നു. എ ബോഡി പ്രിസർവ്ഡ് ഇൻ ദ വേ ഈസ് നോൺ ആസ് മമ്മി. അപ്പോൾ ആ ബോഡി പ്രിസർവ് ചെയ്ത ബോഡിക്കാണ് മമ്മി എന്ന് പറയുന്നത്. എമംഗ് ദീസ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ദ മമ്മി ഓഫ് ഫറവോ തൂത്തൽഖാമൻ. ഇപ്പോൾ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മമ്മി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂത്തൽഖാമൻ്റെ മമ്മിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മമ്മി എന്ന് പറയുന്നത്. ഓക്കെ. സച്ച് മമ്മീസ് വെർ കെപ്റ്റ് ഇൻസൈഡ് ദ പിരമിഡ്. പിരമിഡിൻ്റെ ഉള്ളിലാണ് ഈ മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. പിരമിഡ് ഞങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടത്, ഇതിൻ്റെ ഉള്ളിലാണ് മമ്മികൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് അവരുടെ ഓഫ് റൈറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ യൂണിഫോം റൈറ്റിംഗ് പഠിച്ചു അല്ലേ, അതേപോലെ തന്നെ ഈജിപ്ഷ്യയിലും അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ആൻഷ്യൻ ഈജിപ്ഷ്യൻ. ഈജിപ്തുകാരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. എന്താണ് ഹൈറോഗ്ലിഫിക്സ്? ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ആ സ്ക്രിപ്റ്റ് നിങ്ങളിവിടെ കണ്ടല്ലോ. ഓക്കെ. പിന്നെ ദ സ്ക്രിപ്റ്റ് വാസ് ദ കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ലെറ്റർ. കുറച്ച് ചിഹ്നങ്ങളും അതേപോലെ തന്നെ ലെറ്റേഴ്സും ഇതൊക്കെ കൂടിയതാണ് ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വായിച്ചിരുന്നത് ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻറ്റും കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഈജിപ്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്. അത് കഴിഞ്ഞ് അടുത്തത് ചൈനീസ് സിവിലൈസേഷനാണ്. The mathematics and medical science achieved significant advancement in Egypt. അപ്പം ഈ മാത്തമാറ്റിക്സും അതേപോലെ തന്നെ സയൻസൊക്കെ ഒരുപാട് പുരോഗതി ഡെവലപ്മെൻറ്റ് ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട്. ദ ഈജിപ്ഷ്യൻ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോമെട്രി ഇൻ മാത്സിൽ ജോമെട്രി അതിനൊക്കെ അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരാണ്. അതേപോലെ തന്നെ അഡീഷൻ ആൻഡ് സബ്സ്ട്രക്ഷൻ വെർ ദിയർ കോൺട്രിബ്യൂഷൻ. നേരത്തെ നമ്മളൊരു കോൺട്രിബ്യൂഷൻ പഠിച്ചിരുന്നു അല്ലേ, മെസൊപ്പൊട്ടേമിയൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ്. ഇവരത് അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷനാണ്. The solar calendar consisted of 12 months of 30 days each hand and added 5 days to complete a year of 365 days. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ സോളാർ കലണ്ടർ, അതിൽ 30 ദിവസമുള്ള 12 മാസം അതേപോലെ 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങളടങ്ങിയ ഒരു ഇയർ ഇവരുടെ സോളാർ കലണ്ടറിലുണ്ട്. ഇവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മാപ്പിൽ കൂടെ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതിൻ്റെ പ്രധാന സ്ഥലം ഏതാണ്? കൈറോ ആണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ കിങ് ആണ് ഫറവോ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഗിഫ്റ്റ് ഓഫ് നൈൽ. അത് എന്തുകൊണ്ടാണ്? അഗ്രികൾച്ചർ അവിടെ ഉള്ളത് കൊണ്ടാണ് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറിന് പ്രധാനമായിട്ടും വീറ്റ് ആൻഡ് ബാർലി, കോട്ടൺ ആൻഡ് ഫ്ലാക്സ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ ബേസിൻ ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ടോംസ് ആൻഡ് ഡെഡ്. ടോംബുകളെക്കുറിച്ചും മൃതദേഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അതിന് എന്താ പറയുക? പിരമിഡ് എന്നാണ് പറയുക. അതിൽ തന്നെ പിരമിഡ്, ഗിസയിലെ പിരമിഡ് ഫേമസ് ആണ്. പിന്നെ മമ്മീസിൽ തൂത്തൽഖാമൻ്റെ മമ്മീസ് ആണ് ഏറ്റവും പ്രശസ്തമായത്. ഇനി റൈറ്റിങ്ങിന് നമ്മൾ നോക്കുക വെച്ചാൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന റൈറ്റിംഗ് ആണ്. ആ റൈറ്റിങ്ങിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. അതിൻ്റെ മീനിങ് ആണ് സേക്രഡ് റൈറ്റിംഗ്. അത് എഴുതുന്നത് എങ്ങനെയാണ്? റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി സയൻസ് ആൻഡ് മാത്സിൽ അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കുക വെച്ചാൽ ജോമെട്രി ആണ്, അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ്. അതേപോലെ 365 ഡേയ്സുള്ളൊരു സോളാർ കാലണ്ടർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറച്ച് വൺ വേർഡ് നമുക്ക് നോക്കാം. വാട്ട് ടൈറ്റിൽ വാസ് ഗിവൺ ടു ദ കിങ് ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്ത്? ഫറവോസ്. Which famous river valley allowed Egyptian agriculture to flourish? Nile. What is the name of the biggest and most famous pyramid? Great Pyramid of Giza. What is preserved the dead body called? Mummy. What does the word hieroglyphics mean? Sacred writing. Which branch of mathematics did the Egyptian help lay foundation for?
ഇനി ആ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മന്ത്സ് ആർ there in the calendar we use now? Does each month have 30 days? Look at the calendar at your home and find out how many days are there in each month and write it down. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ എത്ര മാസമുള്ളത്, ഓരോ മാസത്തിലും 30 ദിവസമാണോ ഉള്ളത്? ഇനി നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിങ്ങൾ നോക്കിയിട്ട് അതിൽ ഓരോ മാസത്തിലും എത്ര ദിവസമാണെന്ന് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപയോഗിക്കുന്ന കലണ്ടറിൽ 12 മാസമാണുള്ളത്. അതിൽ മന്ത്സ് വിത്ത് 31 ഡേയ്സ് ഏതൊക്കെയാണ്? ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. ഇനി മന്ത്സ് വിത്ത് 30 ഡേയ്സ് എത്രയാണ്? 30 ദിവസമുള്ള മന്ത്സ് ഏപ്രിൽ, ജൂൺ, അതേപോലെ തന്നെ സെപ്റ്റംബർ, നവംബർ. ഇത് 30 ഡേയ്സിലാണ്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ മന്ത് ഉണ്ട്, ഫെബ്രുവരി. 28 ദിവസമാണുള്ളത്. ചില ദിവസം ഫെബ്രുവരി 29 ഉണ്ടാവും. അത് 4 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവും. അതിനെ നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്തത് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓൾറെഡി നമുക്കറിയാം, ഹൊയോങ്ങോ റിവറാണ് ചൈനീസ് സിവിലൈസേഷനുള്ള ആ റിവറിൻ്റെ പേര്. ഇനി അടുത്ത നമുക്ക് പോയിന്റ് നോക്കാം. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് നിയർ ഹൊയാങ്ഹോ. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി സിവിലൈസേഷൻ ആസ് വെൽ. അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ ഫൗണ്ടേഷൻ. ദേ വർ എക്സ്പേർട്സ് ഇൻ വീവിങ്, പോട്രി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. ദേ മെയ്ഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അവർ ഈ പട്ടുവസ്ത്രം നിർമ്മിക്കൽ, നെയ്ത്ത്, അതേപോലെ തന്നെ പോട്രി, മൺപാത്രം, അതേപോലെ തന്നെ ബ്രൗൺസിൻ്റെ സ്കൾപ്ചേഴ്സ്, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ ഉഷാറായിരുന്നു. നെക്സ്റ്റ് അവരുടെ റൈറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ദ ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻ ടൈംസ്. അവർക്ക് റൈറ്റിംഗ് സിസ്റ്റം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ദ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് എന്തായിരുന്നു, ചിത്രങ്ങൾക്ക് പകരം അവർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? അക്ഷരങ്ങൾക്ക് പകരം അവർ ചിത്രങ്ങളായിരുന്നു, പിക്ചേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഗ്രാജുവലി അവരെന്ത് ചെയ്തു? ദേ ഡെവലപ്ഡ് സിമ്പിൾസ് ടു യൂസ് ഇൻ പ്ലേസസ് ഓഫ് പിക്ചേഴ്സ്. പിന്നെ അവർ പിക്ചേഴ്സിന് പകരം സിമ്പിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ദ സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻ. ഇപ്പോഴും ആ ലിപി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഇപ്പം 3 സിവിലൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ചൈന. അപ്പോൾ അതിലുള്ള സ്ക്രിപ്റ്റിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. മെസോപ്പൊട്ടേമിയ നമുക്കറിയാം ക്യൂണിഫോം ആണ്. ഈജിപ്ത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ചൈന പിക്ടോഗ്രാം ആണ്. ഇനി ക്യൂണിഫോമിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ചിട്ട് വെഡ്ജ് ഷേപ്ഡ് ലെറ്റേഴ്സാണ്. അതേപോലെ ഹൈറോഗ്ലിഫിക്സിൻ്റെ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് പിക്ചേഴ്സാണ്. പിക്ടോഗ്രാം, പിക്ചേഴ്സ് വെർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. ഇപ്പം മെസോപ്പൊട്ടേമിയ ക്യൂണിഫോം വെഡ്ജ് ഷേപ്ഡ് ലെറ്റേഴ്സ്, ഈജിപ്റ്റ് ഹൈറോഗ്ലിഫിക്സ് കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്, ചൈന പിക്ടോഗ്രാം, പിക്ചേഴ്സ് വെർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇൻഡസ് വാലി ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. അപ്പം ബ്രോൺസ് ഏജിൽ എവിടെയാണ് ഇത് വന്നത്? ഇൻഡസ് റിവർ വാലിയിലാണ്. ഇറ്റ് ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം അബൌട്ട് 2600 BCE to 1100 BCE. ഇത്രയും കാലം അത് എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. ഹാരപ്പയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരു സിറ്റി. ദാറ്റ് ഈസ് വൈ ദ സിവിലൈസേഷൻ ഈസ് കോൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഈ സിവിലൈസേഷന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് എമേജ്ഡ് ഇൻ ദ ഇൻഡസ് വാലി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അത് ഇൻഡസ് വാലിൻ്റെ അടുത്താണ് ഈ ഒരു സിവിലൈസേഷൻ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ വേറെയും ഒരു പേര് വിളിക്കുന്നുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ് വാലി civilization. The civilization developed around urban centers. Therefore, the civilization is termed as the first urbanization in India. അപ്പോൾ ഇവിടെ ഈ ഒരു സിവിലൈസേഷൻ സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് കുറേ ടൗൺസൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് ഹാരപ്പൻ സിവിലൈസേഷന് പറയുന്നുണ്ട്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷന് നമ്മൾ എന്തൊക്കെ പറയാം? ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറയാം. ഇനി അടുത്തത് സർ ജോൺ മാർഷലിനെ കുറിച്ചാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈസ് എൻ ഓർഗനൈസേഷൻ ഫോംഡ് ടു ക്യാരി ഔട്ട് എക്സ്കവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ
പണ്ടത്തെ കാലത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASC എന്ന് പറയുന്നത്. സർ ജോൺ മാർഷൽ വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫ്രം 1900 to 1928. ഇറ്റ് വാസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് എ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്താൻ സഹായിച്ചത്. അപ്പോൾ സർ ജോൺ മാർഷൽ അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു മാപ്പ് നോക്കൂ. ഈ മാപ്പിൽ കുറച്ച് ടൗൺസുകളുണ്ട്, പ്രധാന നഗരങ്ങളുണ്ട്. അത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കാണുന്നത് മോഹൻജദാരോ കാണുന്നുണ്ട്, പിന്നെ ഹാരപ്പ, പിന്നെ കാലിബംഗാൻ, ലോത്തൽ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ടൗൺ പ്ലാനിങ്. ഓക്കെ, ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ടൗൺ പ്ലാനിങ്. ദേ ബിൽറ്റ് ഹൗസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീറ്റിൻ്റെ ഇരുവശത്തുമായിട്ട് അവർ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരതിന് ഉപയോഗിച്ചത് യൂസ്ഡ് ബേൺഡ് ബ്രിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷന് ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചൂടുള്ള ഇഷ്ടികകളായിരുന്നു. ദ ഡ്രൈനേജ് സിസ്റ്റം വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. വേറൊന്ന് എന്താണ്? ഡ്രൈനേജ് സിസ്റ്റം. ഫസ്റ്റ് വൺ ടൗൺ പ്ലാനിങ്, പിന്നെ അവരുടെ ഡ്രൈനേജ് സിസ്റ്റം. അഴുക്കുചാലൊക്കെ ഉണ്ടാക്കിയ അന്നത്തെ കാലത്ത് തന്നെ അവരതൊക്കെ ഉണ്ടാക്കിയിരുന്നു. The cities and drains were planned in such a way that the waste water from the houses was drained out of the city through the drains in the street. അതായത് വീടുകളിലുള്ള പിന്നെ അഴുക്ക് ജലങ്ങളൊക്കെ ഈ സ്ട്രീറ്റിലൂടെയുള്ള ഡ്രെയിനേജിലൂടെ പോയി ടൗണിന് പുറത്ത് കിടക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അവർക്ക് അതൊരു മെയിൻ പോയിൻ്റാണ്, അവരുടെ മെയിൻ പോയിൻ്റാണ് ടൗൺ പ്ലാനിങ്, അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് പറയാനുള്ളത് മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത് ആറ്റ് മോഹൻജദാരോ. മോഹൻജദാരോ വാസ് ദ മേജർ സിറ്റി ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിലെ മേജർ സിറ്റി എന്തായിരുന്നു? മോഹൻജദാരോ ആയിരുന്നു. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദി സിറ്റി. അപ്പം ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ അതിലൊരു മോസ്റ്റ് സ്പെഷ്യലായിട്ടുള്ളൊരു സ്ട്രക്ചറായിരുന്നു. ദർ flights of steps on both the sides to enter this tank and it had bathroom. നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടല്ലോ, ഇതിന് പടവുകൾ, സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. രണ്ട് വശത്തും സ്റ്റെപ്സ്, ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വെള്ളം നിറയ്ക്കാനും അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ഒഴുക്കാനുള്ളൊക്കെ സംവിധാനം ഇതിലുണ്ടായിരുന്നു. അടുത്തത് ടൗൺ പ്ലാനിങ് പറഞ്ഞു, നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം പറഞ്ഞു, ഇനി പിന്നെ അതേപോലെ ഗ്രേറ്റ് ബാത്ത് പറഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രാനറിയാണ്. ഗ്രാനറി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ്, ധാന്യപ്പുര. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ പീപ്പിളുടെ മെയിനായിട്ടുള്ള ജീവിതമാർഗം എന്ന് പറയുന്ന അഗ്രികൾച്ചർ ആയിരുന്നു. എവിഡൻസസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ദ സൈറ്റ്സ് ലൈക്ക് രംഗ്പൂർ ആൻഡ് ലോത്തൽ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലെ ലോത്തൽ നിന്നും രംഗ്പൂരിൽ ഇതിനുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് അവർ നെല്ല് കൃഷി ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്. ദ ഗ്രാനറി ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഫൗണ്ട് ഇൻ ഹാരപ്പ. ഇപ്പം ഗ്രാനറി, ധാന്യപ്പുരയാണ് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതായത് ധാന്യങ്ങൾ ശേഖരിക്കാനും സൂക്ഷിക്കാനും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഒരു ഗ്രാനറി. ഇനി ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറയാനല്ലോ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ടോയ്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ടോയ്സ് കണ്ടില്ലേ, അതേപോലെ തന്നെ ജ്വല്ലറി, ഇതൊക്കെ അവർ കൈകൊണ്ട് ഉണ്ടാക്കി. എന്ത് രസമല്ലേ. അതേപോലെ തന്നെ സീൽസ്, ക്ലേ പോട്ട്, പിന്നെ അടുത്തത് ഒരു ഡാൻസ് ചെയ്യുന്ന ബ്രൗൺസ് സ്ട്രക്ചർ ഓഫ് എ ഡാൻസിങ് ഗേൾ, ഒരു ഡാൻസ് ചെയ്യുന്ന ഗേളിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ. ഇങ്ങനെയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൺസെപ്റ്റ് മാപ്പ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഹാരപ്പൻസ്. ഇവിടെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. യൂസ്ഡ് ടു മേക്ക് സീൽസ് ഉണ്ടാക്കി, യൂസ്ഡ് ടു മേക്ക് ടോയ്സ്. ഇനി 3 പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. മെയ്ഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയല്ലോ. പിന്നെ മെയ്ഡ് പോട്ടറി ഉണ്ടാക്കി. പിന്നെ മെയ്ഡ് ബ്രോൺസ് സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കി. ഇത് നമുക്ക് 3 പോയിൻ്റായിട്ട് എഴുതാം. ഇനി അടുത്ത് വരുന്നത് എന്താണ്?
necklaces, bracelets and earrings made of gold, silver beads and shells were widely used. They made seals from clay and stones. The toys, clay pots and bronze statues found Harappan sites to all show artistic skill of Harappan people. ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന എന്താണ് അവരുടെ കഴിവാണല്ലേ. അവരുടെ മൺപാത്രങ്ങൾ നിർമ്മിച്ചു, അവർ ടോയ്സ് നിർമ്മിച്ചു. ഇതിലൊക്കെ അവരുടെ കരകൗശല വൈദഗ്ധ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്. ഹാരപ്പൻസിൻ്റെ റൈറ്റിംഗ് അവർക്കും ദെയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ദേ യൂസ്ഡ് സിമ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. അവർ ലെറ്റേഴ്സിന് പകരം എന്താണ് ഉപയോഗിച്ചിരുന്നത്? ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ദേ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഇസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. അപ്പോൾ അധികവും ഇത് കണ്ടത് മുദ്രകളാണ്. സീൽസ് എന്ന് പറഞ്ഞാൽ മുദ്ര എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവരുടെ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷനാണ്. തകർച്ചയ്ക്ക് 3-4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് പ്രളയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിക്ലൈൻ കാരണം 4 കാരണങ്ങളാണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം, അതേപോലെ തന്നെ എക്സസീവ് യൂസ് ഓഫ് ലാൻഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, പിന്നെ ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്, ഇടയ്ക്കിടയ്ക്ക് പ്രളയം ഉണ്ടാവും, അത് പിന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം.